ആടുകളെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ് 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് വരച്ചു കാട്ടുന്നത്. 6 വാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഇടയ സങ്കീർത്തനത്തിലെ പ്രധാന കഥാപാത്രം യഹോവ എന്ന ഇടയനാണ്. ഈ ഇടയൻ്റെ പരിപാലനത്തിൻ്റെ പല പ്രത്യേകതകളിൽ ഒന്നത്രേ, ഹി റിസ്റ്റോർ മൈ സോൾ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇവിടെ ആടുകളുടെ പ്രാണന് ക്ഷതം സംഭവിക്കത്തക്ക വിധം മുറിവേൽക്കപ്പെടുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ, ജീവന് ഭീഷണിയുണ്ടാകുമ്പോൾ ഇടയൻ പ്രത്യേക കരുതലോടെ അത്യാഹിത വിഭാഗത്തിൽ പരിചരിക്കുന്നത് പോലെ ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ്, അടിയന്തര ചികിത്സ നൽകുന്ന പ്രക്രിയ അത്രേ പ്രാണനെ തണുപ്പിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റീസ്റ്റോർ എന്ന പദത്തിന് ടു റിപ്പയർ, റിനോവേറ്റ് ഓർ റിട്ടേൺ ടു എ ഫോമർ കണ്ടീഷൻ, കേടുപാട് തീർക്കുക, പുതുക്കുക, അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക എന്നീ അർത്ഥങ്ങളാണുള്ളത്. നമ്മിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഭാഗം അത്രേ നമ്മുടെ ആത്മാവ്. ആ ആത്മാവിന് ക്ഷതം സംഭവിച്ചാൽ ഉടനടി അടിയന്തര ചികിത്സ നടത്തേണ്ടിയിരിക്കുന്നു. പഴയ അവസ്ഥയിലേക്കുള്ള ഒരു പുനഃസ്ഥാപനം ഈ അടിയന്തര ചികിത്സയിൽ നടക്കുന്നു. ഈ ചികിത്സ നടത്താൻ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ. അവനത്രേ നമ്മെ നിർമ്മിച്ചവനും വീണ്ടെടുത്തവനും നമ്മുടെ ആത്മാവിൻ്റെ ഉടയവനും നമ്മെ പരിപാലിക്കുന്നവനുമായ ഇടയനാം യേശു കർത്താവ്. റീസ്റ്റോറിംഗ് ദി സോൾ, ആത്മാവിനെ പുനഃസ്ഥാപിക്കൽ സംഭവിക്കുന്നത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. അവരത്രേ ക്രിസ്തു യേശുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ. എന്നാരുടെയെങ്കിലും ആത്മാവിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുനഃസ്ഥാപനം നടത്തുവാൻ തയ്യാറായി നമ്മുടെ കർത്താവ് അരികിലുണ്ട്. കർത്താവ് നമ്മുടെ കേടുപാട് തീർക്കട്ടെ, ആത്മാവിനും മനസ്സിനും ഒരു പുതുക്കം വരുത്തട്ടെ, പഴയ അവസ്ഥയിലേക്ക് പൂർവാധികം ശക്തിയോടെ നമ്മെ മടക്കി വരുത്തട്ടെ. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിനും ജീവിത രീതികൾക്കുമൊക്കെ ഒരു മാറ്റം ഈ പുനഃസ്ഥാപന പ്രക്രിയയിൽ കൂടി ഉണ്ടാകട്ടെ. നല്ല ഇടയനാം യേശു കർത്താവിൻ്റെ പരിപാലനത്തിന് കീഴിൽ നാം പൂർണ്ണമായും വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തണുപ്പ് നൽകി ഉന്മേഷത്തോടെ അവനെ തുടർന്നും അനുഗമിക്കുവാൻ നമുക്കിടയാകുന്നു. ഹാവ് എ പ്ലസന്റ് ഡേ.